എല്ലാവർക്കും ചിവി ലുക്സിലേക്ക് സ്വാഗതം. എന്താ ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സംഭവത് നമ്മളെ മറ്റേ എന്താ പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ പറ്റിയ ഇത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ പറ്റിയല്ല. അതെന്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ ഇവിടെ ശരിക്കും തോന്നുന്നു നമ്മളെ അവിടെയൊക്കെ കന്നാലീനെ വളർത്തുമ്പോ ഒക്കെ ഇതാക്കണതും ഇല്ലെങ്കിൽ പക്ഷികൾക്ക് വെള്ളം കുടിക്കണ സംഭവമാണിത്. നമ്മള് ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാട്ടാ പോണേ. ശ്രീകൃഷ്ണ തന്നെയല്ലേ കൃഷ്ണ ടെമ്പിളിലേക്ക് കേട്ടോ. സംഭവം നോക്കിയാ അതിന്റെ അവിടെയൊക്കെ ഭയങ്കര കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അഖിലേ സംഭവം ഇതൊന്നും ഒരു ദിവസം കണ്ട് തീരില്ല. അത് അമ്മാതിരാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് പോവാനുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ ഇതില് കാണിച്ചിട്ടുണ്ട്. കൃഷ്ണ ടെമ്പിളും കൃഷ്ണ ബസാറ് പുഷ്കരണി. കൃഷ്ണ ബസാർ ഇതാണ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ. എന്താ വല്ലാണ്ട് ദൂരമൊന്നുമില്ല, ഒരു 500 മീറ്റർ ഇല്ലെങ്കിൽ ഒരു 600 മീറ്റർ ഒക്കെ അടുപ്പിച്ചുള്ള സ്ഥലങ്ങളാണ് മൊത്തം. ഇതിനാണ് നമ്മളോട് ഓട്ടോ ചാർജ് തേങ്ങ വാങ്ങാന്നൊക്കെ പറയണത്. അതിൽ ഒരിക്കലും വീടരുത്. സംഭവം 250-300 അവർ പറയണത്. എന്താ വെച്ചാൽ ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണേണ്ട സ്ഥലം ശരിക്കും ഇവിടുന്ന് നേരിട്ട് നമുക്ക് വരാൻ കഴിയും. ചുറ്റി കറങ്ങിയിട്ട് ഇവിടെ കൊണ്ടെത്തിക്കും. നമ്മളപ്പോൾ വിശ്വസിക്കുകയും ചെയ്യും. ഒരു സ്ഥലത്ത് നമ്മൾ ഏറ്റവും വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്താ വെച്ചാൽ ആ പോയ ആൾക്കാർ, ഈ അമ്പിയിൽ പോയ ടീംസ് ഇങ്ങനെ ട്രാവൽ വീഡിയോ ഇടും. അങ്ങനെ ഞാനൊക്കെ അങ്ങനെയായിട്ടാണ് വന്നത്. ഇപ്പം ഇത് കാണുമ്പോൾ ചിലവർക്കെങ്കിലും എല്ലാവർക്കും ഒന്നുമില്ല, ഈ കുറേ പേർക്കൊക്കെ ഇത് ഉപകാരമാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതിൻ്റെ റേറ്റിങ്ങൾ വരാൻ എത്ര ചാർജായി മറ്റേതായി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് പറയാം. ഇവിടേക്കൊന്നും പിന്നെ നമുക്ക് എൻട്രി ഫീസ് ഇല്ല കേട്ടോ. ഇതുണ്ടോ സംഭവം നല്ല കൊത്തുപണികളാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കേ നമ്മളെ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യണ ടൈപ്പ് അമ്പലങ്ങളിലുണ്ടാവില്ലേ, അതേപോലെ ഇതുണ്ടോ കല്ലാണ്. ഇത് കല്ലാ മേലത്തെ സംഭവം എന്താ വെച്ചാൽ അറിയില്ല. ഇത് വേറെ ടൈപ്പ് കല്ല് പോലെ തോന്നുന്നു. സാധനം ഉണ്ടാക്കും, ഉണ്ടാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. അതിന്റെ മേലെ വെച്ച് സെറ്റ് ചെയ്യും. അത് നമ്മുടെ ഓടുണ്ടാക്കുന്ന മെറ്റീരിയൽ അല്ലേ, അത് വെച്ചിട്ടാണ് ശരിക്കും. ആ മുകളിലൊക്കെ കൊത്തുപണികളൊന്നും കരിങ്കല്ലല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കല്ല അല്ല, സെപ്പറേറ്റ് ഓടാണ്. ഓട് പുറത്തുനിന്ന് അസംബിൾ ചെയ്തിട്ട് കൊണ്ടുവന്ന് അങ്ങനെ അതിന്റെ മേലെ ഫിക്സ് ചെയ്യണത്. ഇഷ്ടിക അതെ. ഇതൊക്കെ പിന്നെ കല്ലുണ്ടാക്കിയ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇതൊക്കെ തൊടുമ്പോ തന്നെ അറിയാം നല്ല തണുപ്പാണെന്നുള്ളത്. നല്ല സുഖാണ്. നല്ല റിഫ്രഷിംഗ് ആയി കിട്ടും. നമ്മളിത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഒരു സ്ഥലത്ത്. ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ എവിടെ ചെന്നാലും ഒന്നും വീഡിയോ ഇപ്പത്തെ കണ്ടില്ല. അങ്ങനെ രണ്ടാൾ മാത്രം ഇത്രയും വിജനായിട്ട് ഇങ്ങനെ കിടക്കാണ്. 3 ആൾക്കാര് അവിടെ ഇവിടെയൊക്കെ ചെതിരി കിടക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും വല്ലാണ്ട് തിരക്കൊന്നും ഇല്ല വേറെ ടൂറിസ്റ്റ് പ്ലേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോ. ഉണ്ട്, ആൾക്കാർ വരുന്നില്ല എന്നല്ല, പക്ഷെ അത്രയ്ക്ക് സ്പേസ് ഉണ്ട് എന്നാണ് ഇതില് പറയണേ. സൺഷെയ്ഡൊക്കെ ഇതൊക്കെ പണ്ടൊക്കെ പൂജയൊക്കെ നടന്നിരുന്ന ക്ഷേത്രങ്ങളായിരിക്കും. ഇപ്പൊ വിഗ്രഹമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. അവിടെ അല്ല, ഇത് അതിന്റെ ഉള്ളിലില്ല. സംഭവം കണ്ടില്ലേ. മെയിനായിട്ട് നമ്മളിപ്പോ ഹംപിയിലൊക്കെ ഇങ്ങനത്തെ ഒരു തൂണുകള് ഇവരൊരു ഓരോ സ്ഥലത്ത് ഓരോ ശൈലി ഉണ്ട് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഈ തൂണുകൾക്കാണെങ്കിലും ആ വെക്കണ ഒരു പൊസിഷൻ വരെ എല്ലാം ഒരേ ടൈപ്പാണ്. കല്ലൊക്കെ വെച്ചിട്ടല്ലേ. ഇതൊക്കെ ഒന്ന് ഇത് ശരിക്കും നേരിട്ട് തന്നെ കാണാം. നമ്മള് വീഡിയോയില് പകർത്തണതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് സംഭവം. കണ്ടില്ലേ, ഇതൊക്കെ ചുറ്റും എന്ത് രസാ കാണാന്. ശരിക്കും മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുക. ചെറിയൊരു സംഭവം നോക്കി വരികയായിരിക്കും, പക്ഷെ അവിടെ നിന്ന് നേരെ തിരിയുമ്പോഴായിരിക്കും ഇത് മൊത്തത്തിൽ നമുക്ക് കാണാം. സിനിമ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയല്ലേ.
അപ്പൊ അത് അടിപൊളിയാ. ഓഫാക്കേട്ടാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ കൂടുതലും ഹിസ്റ്ററി കാര്യങ്ങൾ നമ്മളിപ്പോ ഉണ്ടല്ലേ, പുരാതനമായ കാര്യങ്ങള് അതൊക്കെ കാണുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കര എൻജോയ് ചെയ്യും കേട്ടോ. കാരണം ഈ സംഭവങ്ങളൊക്കെ പണ്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത് തകർക്കപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ബുക്കിലൂടെയും പിന്നെ പഠിക്കുകയാണെങ്കിൽ തന്നെ PSC-യിലൂടെ ഒക്കെ നമ്മൾക്ക് ഈ സംഭവമൊക്കെ അറിയുള്ളൂ. ഞാനിപ്പോ കോച്ചിങ്ങിന് പോയിട്ടാണെങ്കിൽ ഈ അമ്പീന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അറിയില്ല. അത് തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഹിസ്റ്ററി പൊതുവെ ആർക്കും ഓട്ടോമാറ്റിക് ഒന്നും ചിലവർക്കൊന്നും ഇഷ്ടമല്ല. ശരിക്കും എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ ഇതിനെക്കാട്ടിലും പണ്ട് നടന്നതും പിന്നെ ആ ഒരു ബാക്കി അവശേഷിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ പറയുന്നത് തന്നെ ഒരു പ്രത്യേകം, നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ഫീൽ ചെയ്യണതിന് ഒരു പ്രത്യേക ഒരു ഇതാണ്. അടുത്ത വിത്തല ടെമ്പിളിലേക്കാണ് പോണത്. ഇവിടുന്ന് ഒരു 1.75 കിലോമീറ്റർ ഉണ്ടാവും. കാരണം അതിൽ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് വിത്തല ടെമ്പിള്. അതിന്റെ കൂടെ അതിന്റെ താഴെ ഉണ്ട് ഹനുമാൻ ടെമ്പിൾ കാരണം കാണിച്ചിരിക്കണേ. നമുക്കത് കാണാം. കാരണം ഗൈഡോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ യൂട്യൂബിൽ നോക്കിയിട്ടും പിന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ഓട്ടോറിക്ഷ ചാർജൊക്കെ അവർ പറയണത് ഭയങ്കര റേറ്റാണ്. നമ്മൾ ചാമ്പാനായിട്ട് നിൽക്കുകയാണ്. കാരണം വിത്തല ടെമ്പിൾക്ക് ടോട്ടൽ 12 കിലോമീറ്റർ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ ആകെ ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് അവിടേക്ക് ആകെ ഒരു 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. നമുക്ക് സംഭവം ഓട്ടോയിൽ പോണേക്കാട്ട് നല്ലത് നമ്മൾ നടന്നു പോണത് തന്നെയാണ്. കാരണം ഇതൊക്കെ ചുറ്റി കറങ്ങി ഇവിടുത്തെ നല്ല കാറ്റാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ ആ ദൂരത്തൊക്കെ കണ്ടില്ലേ, കല്ലിന്റെ ഉള്ളില് നമ്മൾ ആ കൽത്തൂണുകളൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെയാണ് ആ കാണുന്നത്. ഇത് നമ്മളെ തുംഗഭദ്ര നദി കേട്ടോ. തുംഗഭദ്ര നദിയാണ് കാണുന്നത്. ഇത് സംഭവം ഈ കുന്നിന്റെ മേലിലൊക്കെയാണ് തോന്നുന്നു അമ്പലം. കാണാൻ ഒരു കൂറ്റം ഇത് കണ്ടോ, നമ്മൾ കണ്ടതിനെക്കാട്ടിലും ഭയങ്കര വലിയ പാറക്കല്ലുകളൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഇപ്പൊ മനസ്സിലാവും. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അതും ഞങ്ങൾ തമ്മിലുള്ള ഹൈറ്റിന്റെ വ്യത്യാസം മനസ്സിലാവും. അല്ലേ കണ്ടോ, ഓരോരുത്തർ വന്ന് ഓരോ മെമ്മറീസ് ആണ്. അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വെച്ചിട്ട് കൂട്ടി ഓരോന്നും ഇതാക്കി പോയതാണ്. നമുക്ക് അവർക്കൊക്കെ തട്ടിത്തെറിപ്പിച്ചാലോ? ഇത് കണ്ടോ, കണ്ടോ ഇത്തടാ എന്തോരം വലിപ്പം വ്യത്യാസം ഉണ്ടെന്ന്. അയ്യോ, സംഭവം എവിടേക്ക് പോണ്? വിത്തല ടെമ്പിള്. നമ്മളിവിടെ ഇരിപ്പിടം വരെ കല്ലുകൊണ്ട് ഡയറക്റ്റ് കല്ല് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. നമ്മളവിടുത്തെ പോലെ കാരണം ഇതില് തേപ്പ് പിടിക്കണില്ല. അത് അവിടെ ആ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. കല്ലേ തേപ്പ് പിടിക്കണില്ലല്ലോ. അടർന്ന് പോവും. നമുക്ക് അത് പിടിച്ചാൽ തന്നെ അടർന്ന് പോണ ടൈപ്പാണ്. ഇത് കണ്ടോ, കല്ല് ക്രോസിന് വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. നമ്മളെ ഇപ്പൊ അത്യാവശ്യം ക്ലൈമറ്റ് നമുക്ക് പറ്റിയൊരു ക്ലൈമറ്റ് ആണ്. അല്ലാതെ ഈ മഴേന്റെ സമയത്തൊക്കെ ഇവിടെ വരിക എന്ന് പറയുന്നത് നമുക്ക് പേടിയാവും. കാരണം ഒന്നാമത് ഈ പാറ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ സ്ലിപ്പാൻ ഭയങ്കര ചാൻസ് കൂടുതലാ. ഇവിടെ നിന്നൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. സംഭവം ഇവിടെ വന്നിട്ട് എല്ലാവരോടും പറയണത് എന്താ വെച്ചാൽ വീഡിയോസൊക്കെ കണ്ടിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് എവിടെയൊക്കെ കാണണം അങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കുക. ഞങ്ങളിത് വരുന്നതിന് മുന്നേ 1 മാസം മുന്നേ ഞങ്ങൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തിരുന്നു. എന്താ ഇവിടെ പോകണം, എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, എത്ര രൂപ കൊണ്ട് പോയി വരാം. കാരണം ഓരോരുത്തരും വീഡിയോ ആണ്, ഒരാളെ വീഡിയോ ഒന്നല്ല. നമ്മൾ യൂട്യൂബിലൊക്കെ തന്നെ എത്രയോ പേര് ഇടുന്ന വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ ടോട്ടൽ ബഡ്ജറ്റ് എടുത്തത് 3 പേർക്ക് 8,000 രൂപയാണ്. പക്ഷെ ആ 8,000 പോലും വന്നിട്ടില്ല കേട്ടോ. ഈ ഹംപി മാത്രമല്ല, മൈസൂർ കൂടി ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് കൂടി ആലോചിക്കണം. പിന്നെ എന്താ വെച്ചാല് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന് കാണണം. എന്നാൽ ഇതിൻ്റെ എന്താ പറയാ, ആ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അല്ല ഓട്ടോയ്ക്കാണെന്നുണ്ടെങ്കിൽ സംഭവം ഓട്ടോയ്ക്ക് ഇതിന് വേറെ റൂട്ട് ഉണ്ടായിരിക്കും. ഇത് കൂടെ ഒന്നും എന്തായാലും വണ്ടി വരില്ല. ഇത് ഷോർട്ട് കട്ടാണെന്നാ തോന്നണേ. സംഭവം ഉണ്ടല്ലേ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. ഇവിടെ എന്താ വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ കഴിയില്ല അല്ലെ. കുറച്ച് ബാഗൊക്കെ വാങ്ങാം, അല്ലാത്ത കാര്യങ്ങളൊന്നും വാങ്ങാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്.
ബാഗ് വേണോ നമുക്ക്? തെത്തത് ഇത് വേണോ നമുക്ക്? This one, right? 120. പേർ 200 ഇത് കണ്ടില്ലേ ആമക്കുട്ടി കാണുന്നേ കൈ കൊണ്ട് ഉണ്ടാക്കണാണ്. എന്തിങ്ങക്ക് ഒക്കെ എടുക്കും വേണം ഇവിടെ ഒന്നും നിൽക്കാനും പറ്റൂല. നമുക്ക് ഇവിടെ മാത്രം കണ്ടാ പോരട്ടോ. 2 മണി കഴിയുമ്പോ നിങ്ങൾ ഇങ്ങനെ ചൂടായിട്ടാണ് പറയണത്. ഒക്കെ നമുക്ക് 9 മണി വരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവിടെ ക്ലോസിംഗ് ടൈം ഉണ്ടാവൂലേ? ഇതാണ് വിത്തറ ടെമ്പിള്. സംഭവം വിത്തറ ടെമ്പിള് ഞാൻ അത് കണ്ടതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടോ ഇതിനു മുമ്പ്? വിത്തറ ടെമ്പിളാണ് മറ്റേ അമ്പീന്റെ ചിത്രം 50 രൂപ നോട്ടിലുള്ളത്. ആണോ? ആ വിത്തറ ടെമ്പിൾ വിത്തറ ടെമ്പിൾ ഓക്കെ. വഴി മാറിയിട്ടൊന്നുമില്ല. ഇത് സംഭവം എന്താ വെച്ചാല് ഒപ്പം കൊണ്ടുപോകണവരെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുപോകണം. കാരണം വീഡിയോ എടുക്കുമ്പോൾ കുറെ ചീത്തക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നടക്ക് കാരണം എല്ലാം പറയുമ്പോ എടുക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് കണ്ടോ നമ്മളിനി പാറക്കൂറ്റങ്ങളുടെ ഇടയിൽ കൂടെ ആയിട്ടാ പോണത്. സംഭവം അത് ഇടയ്ക്ക് പോകുന്നത് നമ്മള് ഇതന്നെയാണോ ഇതുണ്ടോ തുംഗഭദ്ര നദിയുടെ തീരത്താണ് സംഭവം. ആ വഞ്ചിയല്ലേ ചിത്തടാ നമ്മള് കൊട്ടവഞ്ചി കേട്ടോ അത്. വാ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഒരു മിനിറ്റ് ചിത്തട്ട പാൻ്റൊന്നും കയറ്റട്ടെ. ചിത്തട്ട ശ്രദ്ധിച്ചിറങ്ങട്ടോ. സംഭവം ഇതൊരു പ്രത്യേക ഒരു ഇവിടെ ശരിക്കും നമ്മള് പറയണ പോലെ അമ്പയറുടെ മതകേന്ദ്രങ്ങള് ആണ്. അടുപ്പിച്ചടുപ്പിച്ച അമ്പലാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ കാണുന്നതിനും കൂടുതൽ അമ്പലം ഇവിടെ. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ അവിടുത്തെ അത്ര പൂജ കർമ്മങ്ങള് കാര്യങ്ങളോ അതൊന്നുമില്ല. ഇതുണ്ടോ നമ്മളാ വഞ്ചി ശിവലിംഗം കാണുന്നുണ്ട്. എന്താ അറിയില്ല പൂജ കാണുന്നിട്ടുണ്ട്. എന്ത് അമ്മേ എന്താ അറിയില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു ശിവലിംഗമൊക്കെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. തുംഗഭദ്ര നദി ഇതടാടെ നിൽക്കേ ഞാൻ ഓഫായി ഞാൻ ഇങ്ങനെ പിന്നെ നമ്മള് ആ ഒരു പാറക്കൂട്ടങ്ങള് ഏറ്റവും ടോപ്പില് ഒരു അമ്പലം ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിപ്പോ നമ്മള് കണ്ട അമ്പലത്തിന് വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ദൂരത്ത് നോക്കുമ്പോ തന്നെ ഒരു വൈറ്റും റെഡൊക്കെ ഇവിടെ ഒരു പെയിന്റ് അടിച്ച പോലെ നമുക്കൊരു ഇതൊന്നും കാണുമ്പോ തോന്നുന്നില്ല ഏട്ടാ. ഞങ്ങളിപ്പോ വിരൂപ ക്ഷേത്രത്തേക്ക് നടക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഞങ്ങള് പേരൊക്കെ ഇവിടെ ഞങ്ങൾ അഖില് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാരും ഓരോരോ അവരെ പേരും കാര്യങ്ങളൊക്കെ അവരുടെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഓർമ്മയ്ക്ക് ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.